അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 11 റൂൾസ് ഫോർ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായം. നമുക്ക് നേരെ തന്നെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു റൂള്, പുതിയ ഒരു സീക്രട്ട് അൺപാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു റൂളേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാര്യം അത് തന്നെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മനനം ചെയ്യാനുണ്ട്, ധ്യാനിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേഷനാണ്. നമ്മൾ ഈ റൂൾസിനെയൊക്കെ വീണ്ടും എത്രത്തോളം മെഡിറ്റേറ്റ് ചെയ്യുന്നോ അത്രത്തോളം അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമായി തീരും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈറ്റ് ദ എലിഫന്റ് എന്ന് പറയുന്ന ഒരു റൂളാണ്. എന്തൊരു ഗംഭീര റൂളായിരുന്നു അത്. എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു റൂളായിരുന്നു അത്. ഏത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗം. ഇന്ന് അദ്ദേഹം അതുപോലെ തന്നെ ഒരു ജീവിയുടെ പേര് വെച്ചിട്ടാണ് ഇന്ന് അദ്ദേഹം ഒരു പുതിയ റൂള് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പുതിയൊരു സീക്രട്ട് മറ്റൊന്നുമല്ല. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഒരു കോക്രോച്ച് ആകുക, ബി ദ കോക്രോച്ച്. അപ്പോ പാറ്റ, സാധാരണ നമുക്ക് പാറ്റ എന്ന് കേൾക്കുമ്പം എന്തൊക്കെയാ മനസ്സിലേക്ക് വരുന്നത്? എന്തായാലും അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു ഫീലോ ഒന്നും ആയിരിക്കില്ല എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. കാര്യം നമ്മൾ എല്ലായിടത്തുനിന്നും ഓടിക്കാൻ ശ്രമിക്കുന്ന ഒരു ജീവിയാണ് പാറ്റ. പക്ഷെ അദ്ദേഹം പറയുന്നു, പാറ്റയെ നിങ്ങളൊരു റോൾ മോഡൽ ആക്കണം. സാധാരണ നമ്മൾ റോൾ മോഡൽ ആക്കുന്നത് ആരെയാണ്? കടുവ, സിംഹം, ഈഗിൾ, അല്ലേ? ഈഗിളിനൊക്കെ അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്, സർവൈവൽ ടെക്നിക്സ് ഉണ്ട്, ഒരുതരം ആറ്റിറ്റ്യൂഡ് ഉണ്ട് അവർക്ക്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കോക്രോച്ചിന് നമുക്ക് എന്താണ് പഠിപ്പിച്ചു തരാൻ സാധിക്കുക? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കോക്രോച്ചിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തൊരു ആറ്റം ബോംബ് വീണെന്നിരിക്കട്ടെ. ആറ്റം ബോംബ് വീണ് ഈ ലോകം മുഴുവൻ ഉള്ള മനുഷ്യരാശി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവനേ ഇല്ലാതാകുമെന്ന് വിചാരിക്കരുതെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഈ ഇവിടുത്തെ മുഴുവൻ മേജർ സ്പീഷീസുകളും തുടച്ചു നീക്കപ്പെട്ടാലും കോക്രോച്ച് എന്ന് പറഞ്ഞ ഒരു വർഗം അന്നൊരു ഇവിടെ ഓടി നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ന്യൂക്ലിയർ ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഭൂമി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഭൂമിയിലൂടെ കുറച്ച് കോക്രോച്ചുകൾ മാത്രം ഓടി നടക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്നത് അവർ സർവൈവ് ചെയ്യും. കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഒരു സീക്രട്ട് പ്രകൃതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രകൃതിയിൽ ജീവിക്കാൻ വേണ്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു മനോഹരമായ കഴിവ് ഈശ്വരൻ പാറ്റകൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഏത് സിറ്റുവേഷൻ വന്നാലും, എത്ര അവർക്ക് അനുകൂലമെന്നോ പ്രതികൂലമെന്നോ ഒരു സിറ്റുവേഷൻ ഇല്ല. ഏത് സിറ്റുവേഷൻ വന്നാലും പാറ്റകൾ അതിനോട് അനുരൂപപ്പെടും, അഡാപ്റ്റ് ചെയ്യും. അഡാപ്റ്റബിലിറ്റി. ഈ അഡാപ്റ്റബിലിറ്റി കാരണം അവരെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാനേ പറ്റില്ല. അവരെ ഒരിക്കലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ലോകത്ത് പാറ്റകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹിറ്റ് പോലെയുള്ള കമ്പനികൾ, മൾട്ടിനാഷണൽ, ഒരു എന്താ പറയാ, ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഹിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ കോർപ്പറേറ്റ് സെറ്റപ്പുകളും ഉണ്ട്. അവർക്ക് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മില്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകം മൊത്തം അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. ഈ ലോകത്ത് എല്ലാവരും അവരെ അനുകൂലിക്കുന്നവരുമാണ്. എല്ലാ വീടുകളും അവരെ അനുകൂലിക്കും. എത്ര വലിയ മൃഗസ്നേഹിയാന്ന് പറഞ്ഞാലും നമ്മളാരും കോക്രോച്ചിന് വേണ്ടി വാദിച്ചിട്ടില്ല. നമ്മൾ നായകൾക്കും പൂച്ചകൾക്കും ആനകൾക്കും വേണ്ടി വാദിക്കും. പക്ഷെ ആരെങ്കിലും കോക്രോച്ചിന് വേണ്ടി വാദിച്ചിട്ടുണ്ടോ? വാദിക്കില്ല. അങ്ങനെ മുഴുവൻ മനുഷ്യരും എതിരായിട്ടും, എമ്പതറ്റിക് എന്ന് പറയുന്ന മനുഷ്യരെ പോലും എതിർപക്ഷത്ത് നിർത്തിയിട്ടും കോക്രോച്ചിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും സാധിച്ചിട്ടില്ല. കാര്യം കോക്രോച്ചിന് നിങ്ങളുടെ ആരുടെയും കമ്പാഷൻ വേണ്ട. കോക്രോച്ചിന് നിങ്ങളുടെ ആരുടെയും ഔദാര്യം വേണ്ട. കോക്രോച്ചിന് നിങ്ങളുടെ ആരുടെയും ഒരു ആനുകൂല്യം വേണ്ട. കോക്രോച്ചിന് ഇതൊന്നുമില്ലാതെ തന്നെ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്കാർക്കും ഇല്ലാത്തൊരു കഴിവ്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉള്ളതിനേക്കാൾ കൂടിയ അളവിൽ അവർക്കൊരു കഴിവുണ്ട്. അതിൻ്റെ പേരാണ് അഡാപ്റ്റബിലിറ്റി. നമുക്ക് കോക്രോച്ചിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ബി ദ കോക്രോച്ച് എന്ന് പറയുന്ന പാഠത്തിലേക്ക് വരാം. നമുക്ക് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വരാം. കാര്യം അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യത്തിൽ അവർ നമുക്ക് എന്തായി, നമുക്ക് ഐ ഓപ്പണറായി മാറി. ബാക്കി എല്ലാ ശല്യവും പോട്ടെ,
അവർ ടോയ്ലറ്റിൽ കാണും, അവർ വീട്ടിൽ കാണും, അവർ അടുക്കളയിൽ കാണും, അവർ ബേക്കറിയിൽ കാണും, അവർ എവിടെയെന്നില്ല, അവരെല്ലായിടത്തും ഉണ്ട്. അവർ റോഡിലുണ്ട്, അവർ 5 സ്റ്റാർ ഹോട്ടലിലുണ്ട്, അവർ AC കോച്ചിനുള്ളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഫ്ലൈറ്റിനുള്ളിലും അവരുണ്ടാവും. അങ്ങനെയൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർ വലിയൊരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി എപ്പോൾ കോക്രോച്ചിനെ കണ്ടാലും ഓടി ഒളിക്കാതെ അല്ലെങ്കിൽ പേടിച്ചു മാറാതെ ഹിറ്റ് അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക. കോക്രോച്ച് എന്ന് പറയുന്നത് വിജയിച്ച സ്പീഷീസ് ആണ്. ഒരർത്ഥത്തിൽ അവർ വിജയിച്ചു. അവരെ നമുക്ക് ഭൂമിയിലെ രാജാക്കന്മാരെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ വിചാരിച്ചാൽ അവരെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കാലശേഷവും മനുഷ്യരാശിയുടെ കാലശേഷവും ഇവിടെ രാജാക്കന്മാരെ പോലെ വാഴാൻ പോകുന്നത് ആരായിരിക്കും? കോക്രോച്ചുകളായിരിക്കും. ഇനി കോക്രോച്ചുകളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആലോചിക്കാം. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നേച്ചർ ഡസൻ കെയർ ഹൗ ഇന്റലിജന്റ് ഓർ ഹൗ സ്ട്രോങ് യു ആർ. എന്നാലോചിച്ച് നോക്കൂ, പ്രപഞ്ചം നിങ്ങൾ എത്രത്തോളം ഇന്റലിജന്റ് ആണ് എന്നുള്ളത് പ്രപഞ്ചത്തിനൊരു വിഷയമല്ല. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് പ്രപഞ്ചത്തിന് വലിയ വിഷയമൊന്നുമല്ല. നിങ്ങളുടെ ഇന്റലിജൻസും നിങ്ങളുടെ സ്ട്രെങ്തും നിങ്ങൾക്ക് കൊള്ളാം, പക്ഷേ പ്രപഞ്ചം അതിനെ വലിയൊരു ഇഷ്യൂ ആയി കാണുന്നില്ല. പിന്നെയോ, ഇഫ് യു ഡോണ്ട് അഡാപ്റ്റ്, വിച്ച് മീൻസ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ടൈം, യു വിൽ പെരിഷ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ എത്ര സ്ട്രോങ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആയിക്കൊള്ളട്ടെ, മാറുന്ന സാഹചര്യത്തിനനുസരിച്ച്, മാറുന്ന സമയത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ, അനുരൂപപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ യു വിൽ സിംപ്ലി പെരിഷ്. നിങ്ങൾ നശിച്ചു പോകും. നിങ്ങളുടെ മുഴുവൻ സ്ട്രെങ്തോടുകൂടിയും നിങ്ങളുടെ മുഴുവൻ ഇന്റലിജൻസോടു കൂടിയും അഡാപ്റ്റബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്, റിജിഡ് ആയിരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെരിഷ് ചെയ്തു. ഈ ഭൂമിയിൽ സർവൈവ് ചെയ്ത എല്ലാ സ്പീഷീസുകളും നമുക്ക് പറഞ്ഞു തരുന്നത് അഡാപ്റ്റബിലിറ്റിയെ കുറിച്ചാണ്. ഇനി കോക്രോച്ചിന്റെ ഓപ്പോസിറ്റ് ഒരു ജീവിയുണ്ട്. കോക്രോച്ച് മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോക്രോച്ച് ഉണ്ടായിരുന്നു. കോക്രോച്ച് ഇന്നും ഉണ്ട്, കോക്രോച്ച് ഇനി എന്നും ഉണ്ടായിരിക്കും. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ ജീവിയുണ്ട്. അതിനത്രയും ശക്തി ആനയ്ക്ക് പോലുമില്ല, തിമിംഗലത്തിന് പോലുമില്ല. ഏതാണ് ആ ജീവി? ഡൈനോസറസ്, അല്ലേ? ദിനോസറുകൾ എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു സ്പീഷീസ്, ഒരു കൂട്ടം ജീവികൾ, ഉരകവർഗം. അവർ ഈ ഭൂമി അടക്കി ഭരിച്ചിരുന്നു. പിന്നെ എന്തു പറ്റി അവർക്കിപ്പോ? ഇപ്പൊ അവർ ഫോസിലുകൾ മാത്രമാണ്. ഇപ്പൊ നമ്മൾ സിനിമയിൽ കാണുന്നത് ഫേക്കാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അനുകരണം മാത്രമാണ്, കമ്പ്യൂട്ടർ അനിമേറ്റഡ് ഇമേജുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് സിനിമകളിൽ. അവരെവിടെ പോയി? അവരുടെ ഒരു പൊടി പോലും അവശേഷിപ്പിക്കാതെ എവിടെ പോയി അവര്? പറയപ്പെടുന്നത് ദിനോസറുകൾ എങ്ങനെ മറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ മറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് പറയുന്നത്, മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ചും മാറുന്ന ഭൂപ്രകൃതിക്കനുസരിച്ചും അനുരൂപപ്പെടാൻ ആർക്ക് സാധിച്ചില്ല? ദിനോസറുകൾക്ക് സാധിച്ചില്ല. കാലത്തിന്റെ വെല്ലുവിളികളെ സ്വീകരിക്കുന്നതിൽ, അതിനെ അഡ്രസ് ചെയ്യുന്നതിൽ അവർ തോറ്റുപോയി. അവർക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ എൻറ്റയർ സ്പീഷീസ് അവർ വൈപ്ഡ്. അവർ നമ്മുടെ ഭൂമിയിൽ നിന്ന് അവരെ തുടച്ചു മാറ്റിക്കളഞ്ഞു. ഒന്നുമില്ല. ഇനി ഇപ്പോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകൾക്ക് ഇതൊരു പാഠമാണ്. ദിനോസറുകൾ ഒരു പാഠമാണ്, കോക്രോച്ച് ഒരു പാഠമാണ്. ഇത് രണ്ടും നമുക്ക് പാഠമാണ്. നമുക്കിപ്പോ നമ്മൾ മനുഷ്യരാശിയിലെ ഒരംഗമാണ്, ഒരു മനുഷ്യനാണ്. നമ്മളിവിടെ 80, 90, 100 വർഷം മാക്സിമം ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ ദിനോസറുകളെ പോലെ നമുക്ക് ജീവിച്ചിരിക്കേണ്ട, കോക്രോച്ചുകളെ പോലെ നമുക്ക് ജീവിച്ചിരിക്കേണ്ട. പിന്നെ നമ്മൾ എന്തിനാണ് ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നത്? ഈ പറയുന്ന 100 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 90 വർഷത്തിനുള്ളിൽ, അതിനുള്ളിൽ നമുക്ക് ട്രൈവ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു ഗുണത്തിന്റെ പേരാണ് അഡാപ്റ്റബിലിറ്റി. അത്രയേ ഉള്ളൂ. ഇവിടെ മനുഷ്യരാശി എല്ലാ കാലവും നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇപ്പോൾ ഇത് പറയുന്നത്. അങ്ങനെ നിലനിൽക്കാനും സാധിക്കുകയില്ല. കോക്രോച്ചിനെ പോലൊന്നും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം കോക്രോച്ചിനെ കുറിച്ച് പറയുന്നത്, ഹിറ്റ് എന്ന് പറയുന്ന ആ ഒരു ദ്രാവകം, ആ ഒരു ലിക്വിഡ് കണ്ടുപിടിച്ചു. അത് പോയിസൺ ആണ്. ഹിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം
അന്ന് അത് കുറേയേറെ കോക്രോച്ചുകളെ ഇവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ഹിറ്റ് ഫലപ്രദമല്ലാതെ വരുന്നു. ഇന്ന് ഹിറ്റ് അടിച്ചാല്, ഈ അടുത്ത സമയത്തൊക്കെ ഹിറ്റ് അടിച്ചപ്പോൾ ഞാൻ കണ്ടത് കോക്രോച്ച് ഒന്ന് മയങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർ എണീറ്റ് പോകും. അവരെ മയക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇപ്പോ ഹിറ്റ് ഞാൻ അടിച്ചിട്ടില്ല, പക്ഷെ ഹിറ്റ് അടിച്ചിട്ടുള്ളവർ പറയുന്നത് കോക്രോച്ചിന് അതൊരു കോമഡിയാണ്. അതെ, കോക്രോച്ച് ഈ മനുഷ്യരൊക്കെ മദ്യപിക്കുന്നത് പോലെയാണ് കോക്രോച്ച് ഹിറ്റ് മേടിക്കുന്നതെന്ന് പറയുന്നത്. ഹിറ്റ് അടിച്ചാൽ കോക്രോച്ച് ഒന്ന് മിനുങ്ങി അത് ഇങ്ങനെ ആടി അങ്ങോട്ടെങ്കിലും പോകും. അതിനൊന്നും പറ്റില്ല. എന്താ കാര്യം? അതിന്റെ ബ്ലഡ് അതിനനുസരിച്ച് അനുരൂപപ്പെട്ടു. ഇത് സാധാരണ വളരെ സൂക്ഷ്മജീവിയായ വൈറസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ബാക്ടീരിയയിൽ കാണുന്ന ഒരു മ്യൂട്ടേഷന്റെ കഴിവുണ്ട് അവർക്ക്. അത് പിന്നെ അത്രയും സ്മോൾ ആണ്, ഒരു ഏകകോശ ജീവികളാണ്. അവർക്ക് മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അത്യാവശ്യം വലിയ ഒരു ജീവി അത് ഇങ്ങനെ അഡാപ്റ്റബിലിറ്റി കാണിക്കുന്നത്, അഡാപ്റ്റേഷൻ ചെയ്യുന്നത് അത്ഭുതമാണ്. ഏതായാലും ഇപ്പോ ഹിറ്റ് ഒന്നും പഴയ പോലെ ഫലപ്രദമല്ല എന്നുള്ളതാണ് സത്യം. ശരി, നമ്മുടെ ലൈഫിൽ കോക്രോച്ചിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ മനുഷ്യരാശിയെക്കുറിച്ചല്ല പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇനിയുള്ള ഓരോ ദിവസവും കോക്രോച്ച് എങ്ങനെയാണ് നമുക്ക് ഗുരുവായി തീരുന്നത്, കോക്രോച്ച് എങ്ങനെയാണ് നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇവിടെ ചേതൻ ഭഗത് അദ്ദേഹത്തിന്റെ സ്കൂൾ ഡേയ്സിലേക്ക് നമ്മുടെ ഓർമ്മയെ നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ്, നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ്. സ്കൂൾ ഡേയ്സ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു പട്ടാളക്കാരന്റെ മോനാണ്. പട്ടാളക്കാരന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അവർ ഒരിക്കലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് അവർക്ക് താവളമടിക്കാൻ സാധിക്കുകയില്ല. അവർ എപ്പോഴും പൊസിഷൻ മാറ്റിക്കൊണ്ടേയിരിക്കും. അവരുടെ റെജിമെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റൂണിന്റെ അല്ലെങ്കിൽ അവരുടെ ബറ്റാലിയൻ എപ്പോഴും സ്ഥലം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഫോർമേഷനെ കുറിച്ച് പഠിക്കാൻ എളുപ്പമായിരിക്കും ശത്രു രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിലിറ്ററി ഫോർമേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള സ്ട്രാറ്റജിക്കലി ഒരു വലിയ രാജ്യത്ത്, വലിയൊരു ഭൂമിശാസ്ത്രമുള്ള ഒരു രാജ്യത്ത് അത് കണ്ടുപിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് എപ്പോഴും ഫോർമേഷൻ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പട്ടാളക്കാരന് ഒരിക്കലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. പരമാവധി 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, 2ഒക്കെയാണെന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഉയർന്ന ഓഫീസർക്ക് പോലും ഇരിക്കാൻ സാധിക്കുകയില്ല, മാറ്റിക്കളയും. ഉയർന്ന ഓഫീസർമാരാണ് കൂടുതലും മാറുന്നത്. അപ്പം നമ്മുടെ ചേതൻ ഭഗത്തിന്റെ ഫാദർ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്, ഓഫീസറാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമ്പം അവരുടെ വീട്ടിൽ ആ ഒരു ഒറ്റ മിലിറ്ററിക്കാരനേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സാധാരണ മനുഷ്യനാണ്. എന്നുവെച്ചാൽ അവർ മിലിറ്ററിയിലല്ല, അവർ സിവിലിയൻസ് ആണ്. അവർക്കും കൂടെ മാറിയല്ലേ പറ്റൂ. ഇദ്ദേഹം മാറുമ്പം വൈഫിനും മാറണം, വൈഫ് മാറുമ്പം കുട്ടികൾക്കും മാറണം. അപ്പൊ എല്ലാവരും മാറിക്കൊണ്ടിരിക്കും, സ്ഥലം മാറിക്കൊണ്ടിരിക്കും. അതൊരു ഫ്ലെക്സ് ആണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ ചേതൻ പറയുന്നു, ചേതൻ ഓരോ 2 വർഷം കൂടുമ്പോഴും സ്കൂൾ മാറിക്കൊണ്ടിരുന്നു. 12ാം ക്ലാസ് എത്തുന്നത് വരെ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇദ്ദേഹം സ്കൂള് മാറിക്കൊണ്ടേയിരുന്നു. കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെയുള്ള ആ ഒരു 14 വർഷം അദ്ദേഹം ഓരോ 2 വർഷം കൂടുമ്പോഴും മാറിക്കൊണ്ടിരുന്നു. അപ്പൊ ചുരുങ്ങിയത് 7 തവണയെങ്കിലും അദ്ദേഹം സ്കൂൾ മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേദനാജനകമായ ഒരു അനുഭവം, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു അനുഭവമാണ് സ്കൂൾ മാറുക എന്ന് പറയുന്നത്. ഇവിടെ സ്കൂൾ മാറാത്ത ആരും തന്നെ ഇല്ല ഇക്കൂട്ടത്തിൽ. പക്ഷെ പരമാവധി 1 തവണ അല്ലെങ്കിൽ 2, മാക്സിമം 2 തവണയെ കൂടുതലൊന്നും ആരും സ്കൂൾ മാറിയിട്ടുണ്ടാവാൻ വഴിയില്ല. അങ്ങനെ മാറിയത് പോലും എത്രത്തോളം വേദനാജനകമാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം. ഇവിടെ നമ്മുടെ ഒക്കെ ഓരോ ഇപ്പൊ ഈ അടുത്ത സമയത്ത് റീയൂണിയന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർ വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അയ്യോ ആ പറഞ്ഞ പോലെ ആ മനുഷ്യൻ ഇപ്പൊ എവിടെയായിരിക്കും. അങ്ങനെയൊക്കെ ആളുകൾ തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ പഴയ സുഹൃത്തുക്കളെയൊക്കെ. ചേതനെ സംബന്ധിച്ച് ഇത് അസാധ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ 7 തവണയാണ് സ്കൂൾ മാറിയത്. അദ്ദേഹം 7 തവണ സ്കൂൾ മാറി അദ്ദേഹത്തിന് ഒരിക്കലും തന്റെ പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് തൂത്തുകൂട്ടി എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും.
നമ്മളൊക്കെ 1-2 തവണ മാറിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാണില്ല. ചേതനെ സംബന്ധിച്ച് അത് അസാധ്യമാണ്. അദ്ദേഹം പറയുന്നു, ഒന്നുകിൽ ഞാൻ മാറും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ളവർ മാറും. എങ്ങനെയായാലും സ്ഥിരത എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അതാണ് ഒരു പട്ടാളക്കാരന്റെ വീട്ടിലെ കുട്ടിയുടെ പ്രത്യേകത. അദ്ദേഹം ഇപ്പൊ പറയുന്നത് അതെനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആ സമയത്ത് അദ്ദേഹം അതിനെ വെറുത്തിരുന്നു. സ്വാഭാവികം, എല്ലാവരും വെറുക്കും. മാറ്റത്തെ വെറുക്കാനാണ് നമുക്ക് താല്പര്യം. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് സ്ഥിരതയാണ്, പ്രെഡിക്റ്റബിലിറ്റിയാണ്, ഉറപ്പാണ്, പെർമനന്റ് ആയിരിക്കണം. നമുക്ക് പെർമനന്റ് ജോബ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ. പക്ഷേ ആ സമയത്ത് അദ്ദേഹം അതിനെ വെറുത്തിരുന്നു. ഇപ്പോ അദ്ദേഹം പറയുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹം. അദ്ദേഹത്തിന് വളരെ ഹാർഷായിട്ടുള്ള ഒരു പാഠം ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പകർന്നു കിട്ടി. അതെന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ. എങ്ങനെ അഡാപ്റ്റ് ചെയ്യാമെന്ന് അതെന്നെ പഠിപ്പിച്ചു. ഞാൻ 6ാം ക്ലാസ്, അദ്ദേഹം പറയുന്നുണ്ട്, 6ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ 6, 7 പഠിച്ചു. അവിടെ നിന്ന് 8ലേക്ക് ജയിച്ചപ്പോൾ ഇദ്ദേഹത്തിനെ സ്കൂൾ മാറ്റിയതാണ് അദ്ദേഹത്തിന്റെ ഹൃദയം പറിച്ചെടുത്ത ഒരു അനുഭവം എന്ന് അദ്ദേഹം പറയുന്നത്. എല്ലാ ചേഞ്ചും ദുഃഖകരമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ 6ഉം 7ഉം ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വീറ്റസ്റ്റ് മെമ്മറീസ് ഉള്ള സ്കൂള്. അവിടെ നിന്ന് സ്കൂൾ മാറേണ്ടി വന്നപ്പോഴാണ്, 8ാം ക്ലാസ്സിലേക്ക് മാറിയപ്പോഴാണ് അദ്ദേഹം ഏറ്റവും അധികം സമ്മർദ്ദം അനുഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ കാണുന്നു. തുടർന്ന് ലൈഫിലെ ഒരുപാട് സിറ്റുവേഷൻസിൽ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പം പറ്റി. ജീവിതം കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഞാൻ വളരെ ലളിതമായിട്ട് അതിനെ സ്വീകരിച്ചു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ചേഞ്ചിനോട് എനിക്ക് അനുരൂപപ്പെടാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ഈ മിലിറ്ററി ലൈഫാണ്, അച്ഛൻ്റെ മിലിറ്ററി ലൈഫാണ്. സ്ഥിരം മാറ്റിക്കൊണ്ടിരുന്നു. എൻ്റെ അനുവാദം ഒന്നും ചോദിക്കാതെയാണ് എന്നെ സ്കൂളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതിനെ കരുത്തിനാക്കി, സ്ട്രോങ് ആക്കി. ശരിക്കും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. സ്ട്രെങ്തിൻ്റെ ഒരു സീക്രട്ട് ഇതാണ്: നിങ്ങൾ എത്ര പെട്ടെന്ന് ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നു, അതാണ് സ്ട്രെങ്ത്. അതാണ് നമ്മുടെ റിയൽ സ്ട്രെങ്ത്, കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചേഞ്ചിനോട് നമ്മൾ എത്ര പെട്ടെന്ന് അടുക്കുന്നു, നമ്മൾ എത്ര പെട്ടെന്ന് അതിനെ സ്വീകരിക്കുന്നു. അത് നമ്മളെ ബാധിക്കാത്ത തരത്തിലേക്ക് നമ്മൾ മനസ്സിനെ മാറ്റിയെടുക്കുന്നു. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മളുടെ കരുത്തിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് എടുക്കാം. അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ അഡാപ്റ്റബിലിറ്റിയുടെ രണ്ടാമത്തെ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത്, ഇത് സ്കൂളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? എൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അദ്ദേഹം പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. അച്ഛനും അമ്മയും സദാ കലഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പലപ്പോഴും എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മുറിയിൽ ഇരിക്കുമ്പോൾ പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും വോളിയത്തിലുള്ള വഴക്ക് കേൾക്കാം. അച്ഛൻ്റെ ശബ്ദം ഉയരുന്നു, അമ്മ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, അമ്മ അതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അവർ തമ്മിൽ അടിച്ചതായിട്ട് പറയുന്നില്ല, സംസാരം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നുന്നു. ഏതായാലും ഇവരുടെ ഈ വഴക്ക്, ആരും വിട്ടുകൊടുക്കാത്ത ഈ ഒരു വഴക്ക് ക്രമേണ നോർമലൈസ് ചെയ്യപ്പെടുവാണ് ആ വീട്ടിൽ. ചേതൻ അതൊന്നും ശ്രദ്ധിക്കാതെയായി. അച്ഛനും അമ്മയും വഴക്കിട്ടില്ലെങ്കിൽ ആ പുള്ളി ആലോചിക്കുന്നത്, ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പുള്ളി വിചാരിക്കുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. അത്ര റിപ്പീറ്റഡ് ആയിട്ട് ഇവർ തമ്മിൽ ഫ്രിക്ഷനാണ്. പിന്നെ ഈ അദ്ദേഹത്തിന് പ്രശ്നം ഇവരുടെ വോളിയാണ്. അദ്ദേഹത്തിന് ഈ വോളിയം വല്ലാണ്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല, ചേതന ഇഷ്ടമല്ല. അപ്പൊ ചേതന ഈ ശബ്ദം ഉയരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? പഞ്ഞി എടുത്തിട്ട് 2 ചെവിയിലും തിരികെ വെക്കും. ഒരു വീടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി വലുതായി കഴിഞ്ഞ് പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റുപോകുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ വഴക്ക് കേൾക്കാതിരിക്കുക, ഇവരുടെ ഒച്ച കേൾക്കാതിരിക്കുക, ഈ ശല്യങ്ങളെ കാരണം ഞാൻ 2 കോട്ടൺ എടുത്ത് ചെവിയിൽ തിരികുമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഇതിനേക്കാൾ വലിയൊരു ട്രോഫി കിട്ടാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പേരന്റിങ്ങിന്റെ ഏറ്റവും മോശം ഉദാഹരണമായിട്ടുള്ള 2 പേര് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവർക്ക് അവരുടെ ഈഗോ ആണ് പ്രധാനം.
അപ്പൊ ഇവൻ പറയാണ്, ചേതൻ പറയാണ്, ഞാൻ കോട്ടനും ചെവിയിൽ തിരികൊണ്ടാണ് പഠിക്കാതിരിക്കുന്നത്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഈ കണ്ട പാടൊക്കെ പെട്ടത്. ഞാൻ IIT എൻട്രൻസ് എഴുതിയെടുത്തതും പിന്നീട് IIM എൻട്രൻസ് എഴുതിയെടുത്തതും ഒക്കെ എനിക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടണം, ഈ വീടെന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമായിരുന്നു, വേറൊന്നുമല്ല. എൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടി, ഞാനത് ഉപയോഗപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, വേണമെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുന്ന കുട്ടിക്ക് തകർന്നു പോകാം, നശിച്ചു പോകാം. അങ്ങനെ നശിച്ചു പോയ ധാരാളം കുട്ടികളുണ്ട്. അദ്ദേഹം പറയുന്നു, ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോയ കുട്ടികളുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ച കുട്ടികളുണ്ട്, റിലേഷൻഷിപ്പിലേക്ക് പോയ കുട്ടികളുണ്ട്, പലതരത്തിൽ നശിച്ചു പോയ കുട്ടികളുണ്ട്. വേണമെങ്കിൽ നശിക്കാനാണ് എളുപ്പം. കാര്യം നമുക്ക് നമ്മളെ തന്നെ ബോധിപ്പിക്കാൻ ഒരു ന്യായമുണ്ട്. എന്താണ്? അച്ഛനും അമ്മയും പോക്ക, അവരെന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല, അവരെപ്പോഴും അവരുടെ കാര്യത്തിൽ മാത്രമാണ്. ഈ ഒരു ന്യായീകരണം പറഞ്ഞ് നമുക്ക് നശിച്ചു പോവാം. അത് വളരെ വാലിഡായ സ്ട്രോങ് ആയിട്ടുള്ള ന്യായീകരണം. ഇത് ആരോടാണ് നമ്മൾ പറയുന്നത്? ആരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഈ ന്യായീകരണം? ആരും അത് കേൾക്കാനില്ല. നമ്മൾ നശിച്ചാൽ നമ്മൾ നശിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഏതായാലും ഈ കുട്ടി പഠനമാണ് ഒരു എസ്കേപ്പ് ആയിട്ട് കണ്ടത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ഡോർ എന്ന് പറയുന്നത് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇതെല്ലാം ഞാൻ അഡാപ്റ്റബിലിറ്റിയുടെ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ സ്കൂൾ മാറിയതും വീട്ടിലെ വളരെ മോശമായ അന്തരീക്ഷത്തിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് വന്നതും ഒക്കെ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് ഞാൻ ആർജിച്ചെടുത്തത് കൊണ്ടാണ്. അത് ഞാൻ പഠിച്ചത് എവിടെ നിന്നാണ്? കോക്രോച്ചിൽ നിന്നാണ്, പാറ്റയിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അഡാപ്റ്റബിലിറ്റിയുടെ മറ്റൊരു എക്സാമ്പിൾ, ഇദ്ദേഹം റിയൽ ലൈഫിൽ നിന്നെല്ലാം പറയുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കത് അവഗണിക്കാൻ പറ്റില്ല. ഉള്ള കാര്യം പറയാം. അദ്ദേഹം തത്വം പറഞ്ഞിരുന്നെങ്കിൽ, ഇതിനെ ഫിലോസഫി ചെയ്ത് പോയിരുന്നെങ്കിൽ ഇത്രയും സുഖം ഉണ്ടാവില്ല നമുക്കിത് വായിക്കാനോ കേൾക്കാനോ. അദ്ദേഹം ഓൺ ലൈഫാ പറയുന്നത്. എപ്പോഴും നമ്മളോടൊക്കെ പറയും, ട്രെയിനിങ്ങിലൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഓൺ എക്സാമ്പിൾ പറയുക. സ്വന്തം എക്സാമ്പിൾ പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറയാറുണ്ട്. അതുപോലെ സ്വന്തം എക്സാമ്പിളിലൂടെയാണ് ഇദ്ദേഹം അത് റിവീൽ ചെയ്ത് പോകുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത് കരിയർ. ഇനി താൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് IIT എൻട്രൻസ് എഴുതി, IIM എൻട്രൻസ് എഴുതി ജയിച്ചു. അദ്ദേഹം MBA എടുത്തിട്ടുണ്ട്, BTech ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടിയത് എന്താണ്? കമ്പനിയുടെ പേര് മറന്നുപോയി. അമേരിക്കൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉണ്ട്, അതിന്റെ ബ്രാഞ്ചിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ ബ്രാഞ്ച് എവിടെയാണ്? ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ് എന്ന് കേൾക്കുമ്പോൾ അറിയാലോ, ഇപ്പൊ ചൈനയുടെ പ്രദേശമാണ്. മുൻപ് അത് ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. അതിനു മുമ്പ് അത് ചൈനയുടെ ആയിരുന്നു. ഇടയ്ക്ക് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. ഇപ്പൊ വീണ്ടും ചൈനയുടെ കയ്യിലായി. അതൊന്നുമല്ല ഹോങ്കോങ്ങിന്റെ പ്രത്യേകത. പിന്നെയോ, ഹോങ്കോങ് ആരുടെ ജന്മദേശമാണ്? ഹോങ്കോങ് ആരുടെ ജന്മദേശവും മരിച്ചതും അവിടെ വെച്ച് തന്നെ. ആരാണത്? ബ്രൂസ്ലി. ബ്രൂസ്ലിയുടെ ജന്മദേശവും ഹോങ്കോങ് ആണ്. അദ്ദേഹം മരിച്ചതും അവിടെ വെച്ച് തന്നെയാണ്, ഹോങ്കോങ്ങിൽ വെച്ച് തന്നെയാണ്. ഏതായാലും ഹോങ്കോങ്ങില് ഒരു അമേരിക്കൻ ബാങ്കില് ഇദ്ദേഹത്തിന് ജോലി കിട്ടുകയാണ്. നല്ല പേയ്മെന്റ് ഉണ്ട്, ഡോളറിലാണ് പേയ്മെന്റ് വരുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ സന്തോഷത്തോടു കൂടി അദ്ദേഹം പോയി. നാട്ടിൽ നിന്നൊക്കെ പോകാൻ അദ്ദേഹത്തിന് ഭയങ്കര ഉത്സാഹമായിരുന്നു. അദ്ദേഹം ഹോങ്കോങ്ങിൽ പോയിട്ട് അവിടുത്തെ ജോലിയിൽ പ്രവേശിച്ച് അവിടെ നല്ല അപ്പാർട്ട്മെന്റിൽ താമസം ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇവിടെ അധികകാലം പോകുന്നു തോന്നുന്നില്ല. എന്താണ് പ്രശ്നം? അവിടെ അദ്ദേഹത്തിന് പുതിയ വെല്ലുവിളികൾ, വീട്ടിലെ വെല്ലുവിളി, അവിടെ ബഹളമൊന്നും ആരും വെക്കുന്നില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല, ഇദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാനൊന്നും ആരുമില്ല. പക്ഷെ ഹോങ്കോങ്ങിൽ അദ്ദേഹം പുതിയ സെറ്റ് ഓഫ് പ്രോബ്ലംസിനെ അദ്ദേഹം എൻകൗണ്ടർ ചെയ്യുകയാണ്. എന്താണ് പ്രശ്നം? ഓഫീസിലും പ്രശ്നം, താമസ സ്ഥലത്തും പ്രശ്നം. എന്താണ് ഓഫീസിലെ പ്രശ്നം? ഓഫീസിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഴുവൻ അമേരിക്കക്കാരാണ്. മുഴുവനല്ല, ഒരു 90% അമേരിക്കക്കാരാണ്. കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾ മറ്റു രാജ്യത്തുനിന്ന്. ഈ അമേരിക്കൻസ് ആണ് ഞങ്ങളുടെ ചുറ്റിനും എല്ലാ ദിവസവും ഞങ്ങൾ കാണുന്നതും മിങ്കിൾ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അമേരിക്കൻസിന് ഒരു പ്രത്യേകതയുണ്ട് അത്രേ. എന്താണത്? അവര് പുറത്തു വെച്ച് കാണുമ്പോഴൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. അപ്പൊ നമ്മൾ വിചാരിക്കും അവര് വളരെ കൂട്ടായി എന്ന്. പക്ഷെ അതൊരു വിചാരം മാത്രമാണ്, നമ്മുടെ വിചാരം മാത്രമാണ്. അവരങ്ങനെ ഒരിക്കലും നമ്മളോട് എന്താവില്ല, കൂട്ടാവില്ല. അവർ നമ്മുടെ മുമ്പിലൊക്കെ ഭയങ്കര പാർട്ടികളിലൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര ജോളി ആയിരിക്കും. പക്ഷെ അവരൊരിക്കലും നമ്മളോട് കൂട്ടാവില്ല. അത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്?
പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അവര് നമ്മളെ ഗൗനിക്കുകയില്ല. വളരെ ഡ്രൈ ആയിരിക്കും. അവര് ഫുൾ അവരുടെ വർക്കിലായിരിക്കും ഫോക്കസ്ഡ് ആയിരിക്കും. അത് മാത്രമേ അവരുള്ളൂ. എണ്ണയിട്ട യന്ത്രം പോലെ ഇരുന്ന് അവർ ജോലി എടുക്കും. നമ്മളെ ഗൗനിക്കാനേ പോകുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും പാർട്ടിയിലോ ക്ലബിലോ പബ്ബിലോ ഒക്കെ വെച്ച് കാണുമ്പോഴായിരിക്കും ഇവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കുശലം പറയുന്നത്. അപ്പൊ ഈ ഒരു സ്വഭാവം, ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ക്ലൗഡി ആയിട്ടുള്ള നേച്ചർ നമുക്ക് അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ചുറ്റും തീർക്കുന്ന ഈ ഒരു ഓറ ഇദ്ദേഹത്തിന് ഇഷ്ടമാകുന്നില്ല. ഇങ്ങനെയല്ല ഞങ്ങൾ ദേശീസ്. അദ്ദേഹം പറയാ, ഞങ്ങൾ ഇന്ത്യക്കാർ ഇങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും മറ്റൊരാളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറുന്ന മനുഷ്യരാണ് ഞങ്ങൾ ഇന്ത്യക്കാർ, ദേശികൾ. ഞങ്ങൾക്ക് ഇങ്ങനെ മാറി നിൽക്കാനോ മിണ്ടാതിരിക്കാനോ കാണുമ്പോൾ കൂട്ടിമുട്ടിയാൽ പോലും മുഖത്ത് നോക്കാതിരിക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ നാൾ ഇന്ത്യക്കാരനായി നടന്നു അവിടെ. ഇത് ഓഫീസിലെ അവസ്ഥ. ഇനി പുറത്ത് ഹോങ്കോങ് തെരുവുകളിലൂടെ പോയാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ചൈനക്കാർക്കൊരു സ്വഭാവമുണ്ട്. ചൈനക്കാർക്ക് ചൈനക്കാരെ മാത്രമേ ഇഷ്ടമുള്ളൂ. അവർക്ക് വേറെ ആരോടും സ്നേഹമില്ല. അത് അവർ തുറന്ന് കാണിക്കുകയും ചെയ്യും. അതായത് പുറമേ നിന്നൊരു കൾച്ചറിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഗൗനിക്കുകയില്ല. നിങ്ങൾ ആ സ്ട്രീറ്റിലൂടെ പോകും, ബാക്കി ആരും നിങ്ങളെ കാണുകയില്ല. നിങ്ങൾ ഇൻവിസിബിൾ ആയിരിക്കും. ആരും നിങ്ങളെ നോക്കില്ല. എവിടെ വേണേ പോകാം, എങ്ങനെ വേണേ പോകാം. ആരും ശ്രദ്ധിക്കില്ല, ആരും കെയർ ചെയ്യില്ല, ചിരിക്കില്ല, നോക്കില്ല, കെയർ ചെയ്യില്ല. നിങ്ങൾ അവിടെ ഉണ്ടെന്ന് പോലും അവർ നോക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഇത്രയും തണുത്ത ഒരു സമീപനം മറ്റു രാജ്യങ്ങളിൽ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഹോങ്കോങ്ങിലാണ് അത്ര അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇത് നേരിട്ടത്. ഇപ്പം നമുക്കറിയാം ഒരു സാധാരണ ഇന്ത്യക്കാരൻ എത്രത്തോളം ബഹളം വെക്കുന്ന ഒരാളാണ്, എത്രത്തോളം ഒച്ചയും വിളിയും ഉണ്ടാക്കുന്ന ആളാണെന്നൊക്കെ. പക്ഷേ ഹോങ്കോങ്ങിലെ തെരുവിലായാലും അമേരിക്കൻ ബാങ്കിലായാലും ഇങ്ങനെ യാതൊരു അന്തരീക്ഷവും ഇല്ലാതെ കുറെ നാള് വെള്ളവും വളവും കിട്ടാതെ നിൽക്കുന്ന ഒരു ചെടി പോലെ ചേതൻ വാടിപ്പോയി എന്നാണ് പറയുന്നത്. അവിടെയുള്ള 1-2 ഇന്ത്യക്കാരുണ്ട്. അവരൊക്കെ കൂടെ ഒരുമിച്ചിരുന്നിട്ട് അവര് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ തേടിപ്പോകും. ഈ ചൈനീസ് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ചൈനീസ് ഫുഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ് ചേതൻ പറയുന്നത്. ശരിക്കുള്ള ചൈനീസ് ഫുഡും ഇന്ത്യയിൽ കിട്ടുന്ന ചൈനീസ് ഫുഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയിൽ കിട്ടുന്ന ഫുഡ് നമുക്ക് ഫെമിലിയർ ആണ്. പക്ഷെ ഹോങ്കോങ്ങിൽ കിട്ടുന്ന ഫുഡ് നമ്മൾക്ക് ഒട്ടും കഴിച്ച ശീലമില്ലാത്ത ചൈനീസ് ഫുഡാണ് കിട്ടുന്നത്. ഇങ്ങനെ എല്ലായിടത്തും പ്രോബ്ലമായി. ചേതൻ വിചാരിച്ചു ഒന്നുകിൽ ഞാൻ ജോലി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒടുവിൽ ചേതന്റെ ആ അഡാപ്റ്റേഷൻ സ്കില്ല് ഉണർന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിനേക്കാൾ വലിയ വെല്ലുവിളികൾ നേരിട്ട ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെയും ഞാൻ ആ സ്കില്ല് പുറത്തെടുക്കാൻ പോവുകയാണ്. ഞാൻ അമേരിക്കക്കാർക്ക് എന്നെ അല്ലെങ്കിൽ അമേരിക്കക്കാരോടും മിണ്ടാതെ നടക്കുന്ന മനുഷ്യരാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അമേരിക്കക്കാരെന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. ഇദ്ദേഹം പോയിട്ട് ഒരു ബെസ്റ്റ് പുസ്തകം തന്നെ പിക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. അമേരിക്കൻ കൾച്ചർ, അമേരിക്കൻ സൈക്ക്, അമേരിക്കക്കാരുടെ സൈക്കോളജിയും അവരുടെ സംസ്കാരവും വെളിപ്പെടുത്തുന്ന പുസ്തകം വായിച്ച് തറവായിട്ട് പഠിച്ചു. അതോടുകൂടി എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഇവരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ധാരണ ഇദ്ദേഹത്തിന് കിട്ടി. അമേരിക്കക്കാരുടെ സൈക്കോളജി, ഒരു വ്യക്തിയുടെ അല്ല, മാസ് സൈക്കോളജി ഇദ്ദേഹം പഠിച്ചു. എന്നിട്ട് അത് ഇദ്ദേഹം അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഓഫീസ് തലത്ത്. എപ്പോഴാണോ ഇവർ ഫ്രണ്ട്ലി ആവുന്നത് അപ്പൊ ഇദ്ദേഹം ഫ്രണ്ട്ലി ആവും. എപ്പോഴാണോ ഇവർ ഓഫ് ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹം ഓഫ് ചെയ്യും. എപ്പോഴാണോ ഇവർ വർക്ക് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം വർക്ക് ശ്രദ്ധിക്കും. എപ്പോഴാണോ വർക്കൊക്കെ കഴിഞ്ഞ് അവർ പുറത്തു വരുന്നത് ഇദ്ദേഹം അതുപോലെ പുറത്തു പോകും. അങ്ങനെ അതിനനുസരിച്ച് പുള്ളി അഡാപ്റ്റ് ചെയ്തു. അതോടുകൂടി അതൊരു 80% പരിഹരിക്കപ്പെട്ടു. ഓഫീസ് ഓക്കെ ആയി ഏതാണ്ട്. പിന്നെയുള്ളത് ഹോങ്കോങ്ങുകാരാണ്. ഹോങ്കോങ്ങിലെ പ്രധാന പ്രശ്നം ഫുഡ് പിടിക്കുന്നില്ല എന്നുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു, അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് എപ്പോഴും വീട്ടിലെ പോലെ ദാലും ചപ്പാത്തിയും കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് അവിടെ കിട്ടുന്ന ഫുഡ് അദ്ദേഹം കഴിച്ച് ശീലിച്ചു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നാവ് അതിനോട് അഡാപ്റ്റ് ചെയ്തു. നമുക്ക് മൊത്തം അഡാപ്റ്റ് ചെയ്യാനേ പറ്റും. നമുക്ക് ഒന്നും അസാധ്യമായിട്ടൊന്നുമില്ല. പിന്നീട് ഇദ്ദേഹം ഈ ചൈന എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമല്ല. ചൈന എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് നേഷനാണ്. അവിടെ ഒരുപാട് തരത്തിലുള്ള ഫുഡിന്റെ വെറൈറ്റികളുണ്ട്. ഓരോ ദേശത്തും ഓരോ ഫുഡും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തു. ഇന്ത്യയോട് സാമ്യമുള്ള സ്പൈസി ആയിട്ടുള്ള കുക്കിംഗ് ഉള്ള ഒരു സ്ഥലം ചൂസ് ചെയ്തു. എന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും. അങ്ങനെയൊക്കെ അദ്ദേഹം അതുമായിട്ടും അനുരൂപപ്പെട്ടു, അഡാപ്റ്റേഷൻ പൂർത്തിയാക്കി. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ജോലി സ്ഥലത്ത് പിടിച്ചു നിന്നത് വർഷങ്ങളോളം. അവിടെ അദ്ദേഹം കുറേ വർഷം ഹോങ്കോങ്ങിൽ ഉണ്ടായിരുന്നു അദ്ദേഹം.
ഇതാണ് അഡാപ്റ്റേഷൻ ഇൻ ജോബ് എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ റൈറ്റിങ്ങിലെ അഡാപ്റ്റേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യമായിട്ട് പുസ്തകം എഴുതുന്നത് ഈ ബാങ്കിൽ ഇരുന്നുകൊണ്ടാണ്. ഈ ഹോങ്കോങ്ങിലെ ബാങ്കിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പുസ്തകം എഴുതുന്നത്. ആ എഴുതിയ പുസ്തകം റിജക്റ്റ് ചെയ്തു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇദ്ദേഹം 1, 2, 3, 4 പ്രസാധകരുടെ അടുത്തല്ല പോയത്, 10. അദ്ദേഹം പറയുന്നു, ഞാൻ 10 പ്രസാധകരുടെ അടുത്ത് പോയി, പബ്ലിഷേഴ്സിന്റെ അടുത്ത് പോയി. അവരിത് വായിച്ചു നോക്കും, അവരുടെ ഇവാലുവേഷൻ കമ്മിറ്റിക്ക് വിടും. കമ്മിറ്റി വളരെ കൂളായിട്ട് അത് തള്ളിക്കളയും. ഒരു റീസൺ പോലും പറയില്ല എന്നാ പറയണേ. അദ്ദേഹം വിളിച്ചു ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇത് തള്ളി എന്ന് പറഞ്ഞാൽ തള്ളി, അത്ര തന്നെ. അവസാനം 10ാമത്തെ പ്രസാധകരാണ് പറഞ്ഞത്, കുറച്ച് ഫീഡ്ബാക്ക് കൊടുത്തത്. നിങ്ങൾ ഈ എഴുതിയത് ഔട്ട്ഡേറ്റഡ് ആണ്, ഇപ്പോഴത്തെ കാലത്തിന് യോജിക്കുന്നതല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് ഫീഡ്ബാക്കുകൾ അവർ മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ അവരൊന്നും വിട്ടു പറഞ്ഞില്ല. നമ്മൾ നന്നാവണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഈ പ്രസാധകരെ ആദ്യം മുതൽ വീണ്ടും വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് തള്ളി അത് പറ എന്ന് ചോദിച്ചു. അവരൊന്നും, ചിലർ ഫോണേ എടുത്തില്ല. ഇദ്ദേഹമാണ് വിളിക്കുന്നതെന്ന് കാണുമ്പോൾ അവർ ഫോൺ തന്നെ എടുക്കില്ല. എടുത്താൽ തന്നെ അവർ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് കട്ട് ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ പോയി അലറണമെന്നുണ്ട്. താനൊക്കെ എന്താ വിചാരിച്ചത്, ഞാനൊരു മിലിറ്ററി ഓഫീസറുടെ മോനാണ്, ഞാൻ IIM എൻട്രൻസ് എക്സാം എഴുതിയെടുത്ത ആളാണ്, ഞാൻ IIT മുംബൈയിൽ പഠിച്ച ആളാണ്, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരു മോശം ആളൊന്നും അല്ല, അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും വിഡ്ഢിത്തമാണ് അല്ലേ. തൻ്റെ എൻട്രൻസ് ജയിച്ചത് അവിടെ കൊള്ളാം, പക്ഷെ അതുകൊണ്ട് നമുക്ക് പുസ്തകം എഴുതാൻ ചെന്നാൽ അവരൊരിക്കലും അതിനൊരു നമ്മളുടെ ഒരു കഴിവായിട്ട് അവർ ഗണിക്കില്ല. പുസ്തകം എഴുതുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയ ആണ്. അവിടെ ഞാൻ എന്ത് ചെയ്യും, അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. ആ കഴിവുകളോട് ഞാൻ അനുരൂപനായേ പറ്റൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനായിട്ട് ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ഈ ഈഗോ ഉണ്ടല്ലോ, ഞാൻ IIM ആണ്, IIT പ്രോഡക്റ്റ് ആണെന്നുള്ള ഈഗോ അദ്ദേഹം മാറ്റി ആദ്യം. എന്നിട്ട് ഇദ്ദേഹം ഈ 10ാമത്തെ പ്രസാധകരാണല്ലോ ഒരല്പം കമ്പാഷൻ കാണിച്ചത്, അവരുടെ അടുത്ത് പോയി എന്നാൽ ഞാൻ നനഞ്ഞടം കുഴിക്കാന്ന് വിചാരിച്ച് അവരെ തന്നെ വീണ്ടും വീണ്ടും വിളിക്കും. വിളിച്ചിട്ട് അവരോട് ചോദിക്കുന്നത്, നിങ്ങളത് തള്ളിയെങ്കിൽ ഞാൻ സന്തോഷം, തള്ളിക്കോളൂ, പക്ഷെ എന്തുകൊണ്ട് തള്ളി എന്ന് എനിക്കൊരു ഫീഡ്ബാക്ക് വേണം. അത് എത്ര ഹാർഷ് ആയിക്കൊള്ളട്ടെ, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. കാര്യം ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും വരാനില്ല. 10 പ്രസാധകരും തള്ളിക്കളഞ്ഞൊരു പുസ്തകമാണ് എൻ്റെ. പക്ഷെ നിങ്ങൾ അതിൻ്റെ റീസൺ എനിക്കൊന്ന് പറഞ്ഞതാ, എന്താണ്, ഞാൻ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഇവാലുവേഷൻ കമ്മിറ്റി അതിനൊന്നും ലഭ്യമല്ല, ഞങ്ങൾ നിങ്ങളെ വേറൊരാളെ കണക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഷിനി ആന്റണി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ നമ്പർ കൊടുത്തു. അവർ പറഞ്ഞു, ഈ ലേഡി ഈ മേഖലയിൽ എക്സ്പെർട്ടാണ്, ഇവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പം ഒരു ഇൻഫർമേഷൻ, $1 മില്യൺ ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടി. ഷിനി ആന്റണി. അദ്ദേഹം ഷിനിയെ വിളിച്ചു, ഷിനിയെ ഫോൺ എടുത്തു, കാര്യം പറഞ്ഞു. ഷിനി പറഞ്ഞു, അതിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തരും എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു കോപ്പി കൊടുത്തു. 1-2 ആഴ്ചയ്ക്ക് ശേഷം ഷിനി വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് തറവായിട്ട് വായിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്കുകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. അദ്ദേഹം ആ ഫീഡ്ബാക്ക് എടുത്ത് വായിച്ചു നോക്കി, എവിടേക്കാണ് കറക്ഷൻ വേണ്ടതെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. അദ്ദേഹം പറയാം, എനിക്ക് ഇന്നും ഷിനിയോട് അങ്ങേയറ്റത്തെ റെസ്പെക്റ്റാണ് ഉള്ളത്. എൻ്റെ 9 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തതും ഇൻക്ലൂഡിങ് ദിസ് ബുക്ക്, അദ്ദേഹം പറയാം, ഈ 11 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ള പുസ്തകവും ഞാൻ എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് ഷിനിയുടെ കയ്യിലാണ്. എനിക്ക് അത്രയും റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഷിനി. എന്നിട്ട് അദ്ദേഹം അതിനനുസരിച്ച് മാറ്റി. ഷിനി എഴുതിയിരുന്നത് കുറച്ചുകൂടി എൻഗേജിങ് ആയിരിക്കണം, കുറച്ചുകൂടി ഹ്യൂമർ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നിങ്ങളുടെ ഹ്യൂമറാണ്, അപ്പോൾ ഹ്യൂമറിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അതിനനുസരിച്ച് തൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് തൻ്റെ വീക്കായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു, അവിടെ നിങ്ങൾ അങ്ങനെ ഇലാബറേറ്റ് ചെയ്യരുത്, അത് നിങ്ങളുടെ വീക്ക് പോയിന്റ് ആണ്, ഇവിടെ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യണം, ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യണം, കാര്യം ഇത് നിങ്ങളുടെ സ്ട്രോങ് സ്പോട്ടാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അഡാപ്റ്റ് ചെയ്ത് അദ്ദേഹം 1 വർഷം എടുത്തത് എഡിറ്റ് ചെയ്ത് പുതിയൊരു പുസ്തകമാക്കി. ആ പുസ്തകം ആണ് അദ്ദേഹം ഈ 10ാമത്തെ പ്രസാധകരുടെ അടുത്തേക്ക് ആ പുസ്തകം കൊണ്ടുപോയി. ആ പുസ്തകത്തിന്റെ പേരാണ് 5 point something, അങ്ങനെ എന്തോ ആണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഈ പ്രസാധകരുടെ പേര് രൂപ എന്നോ മറ്റാണ് ഇതിന്റെ ഒരു പ്രസാധകരുടെ പേര്. ഓക്കെ, അതെന്തോ ആവട്ടെ. രൂപ ആൻഡ് കമ്പനി. രൂപ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ആ പ്രസാധകരുടെ അടുത്ത് പോയി. അവർ അത് വായിച്ചു നോക്കി,
അവരുടെ ഇവാലുവേഷൻ കമ്മിറ്റി അത് അപ്രൂവ് ചെയ്തു. കൊള്ളാം, ഗുഡ് വർക്ക്. ആ പുസ്തകത്തിന്റെ പേരാണ് 5 Point Someone. 5 Point Someone. ഈ പുസ്തകമാണ് പിന്നീട് സിനിമയായത്. ഏതാണ്? 3 Idiots എന്ന് പറയുന്ന സിനിമയായത് ഈ 5 Point Someone എന്ന് പറയുന്ന പുസ്തകമാണ്. അദ്ദേഹം പറയുന്നു, അഡാപ്റ്റബിലിറ്റി എന്നൊരു കഴിവ് എനിക്കില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പുസ്തകം ഞാൻ എഴുതാൻ പോകുന്നില്ല, നിങ്ങൾ എന്നെ അറിയാനും പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ അഡാപ്റ്റബിലിറ്റിയുടെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വേറൊരു എക്സാമ്പിളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ബ്ലാക്ക്ബെറി, നോക്കിയ. ഇപ്പം ബിസിനസ് രംഗത്തെ 2 അതികായന്മാരുടെ പേരാണ് ബ്ലാക്ക്ബെറിയും നോക്കിയയും. പക്ഷെ ഇന്ന് ആ പേര് നമ്മൾ കേൾക്കാനുണ്ടോ? മൊബൈൽ പ്രൊഡക്ഷനിൽ ഇന്ന് ബ്ലാക്ക്ബെറി എവിടെ നിൽക്കുന്നു? ഒരു കാലത്ത് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ മാത്രം അവരുടെ പ്രസ്റ്റീജ് സിമ്പിൾ ആയിട്ട് അവരുടെ ഒരു ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ബ്ലാക്ക്ബെറി. ഞാൻ ബ്ലാക്ക്ബെറി കണ്ടിട്ടില്ല, പക്ഷെ ബ്ലാക്ക്ബെറിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകളുടെ കയ്യിൽ ഈ ഫോൺ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ബ്ലാക്ക്ബെറി. അദ്ദേഹം പറയുന്നത് തൻ്റെ കോർപ്പറേറ്റ്, എൻ്റെ ബാങ്ക് എനിക്കൊരു ബ്ലാക്ക്ബെറി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബ്ലാക്ക്ബെറിയുടെ ഒരു പ്രത്യേകത, അതിൽ ഇമെയിൽ വന്നാൽ നമുക്ക് വായിക്കാം. നമ്മൾ ഒരിക്കലും ഡെസ്ക്ടോപ്പിൽ പോയിട്ട് കമ്പ്യൂട്ടർ തുറന്ന് ഇമെയിൽ വായിക്കണ്ട. ബ്ലാക്ക്ബെറിയുടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ ഈ മെയിൽ വരും, നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് കോർപ്പറേറ്റ് ഈ മെയിൽ ചെക്ക് ചെയ്യണമല്ലോ അവർക്ക്. അപ്പൊ കോർപ്പറേറ്റുകൾക്കെല്ലാം ബ്ലാക്ക്ബെറി ഒരു വീക്ക്നെസ് ആണെന്ന് പറയുന്നത്. അവർക്ക് അവരുടെ സിമ്പലുമാണ്, അവരുടെ വീക്ക്നെസ്സും ബ്ലാക്ക്ബെറിയാണ്. അദ്ദേഹം പറയാ, ഈ ബാങ്കിൽ നിന്ന് ഞാൻ രാജിവെച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ സങ്കടം ബ്ലാക്ക്ബെറി തിരിച്ചു കൊടുക്കാനായിരുന്നു. ബ്ലാക്ക്ബെറി ഫോൺ അത്രയും മുടിചൂടാ മന്നനായിട്ട് നിന്നു. അതുപോലെ തന്നെ നോക്കിയും. പക്ഷെ അദ്ദേഹം പറയാ, ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവരുടെ പൊസിഷൻ എന്താണ്? ഇന്ന് ടച്ച് സ്ക്രീൻ വന്നതോടുകൂടി ബ്ലാക്ക്ബെറിയും പോയി, നോക്കിയയും പോയി. നോക്കിയൊക്കെ വീണ്ടും റീ എൻട്രിക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടു. ഒരുപാട് താമസിച്ച് അവർ റീ എൻട്രിക്ക് ശ്രമിച്ചു ടച്ച് സ്ക്രീനൊക്കെ ആയിട്ട്, പക്ഷെ പരാജയപ്പെട്ടു. ഇതാണ് അഡാപ്റ്റബിലിറ്റി ഇല്ലെങ്കിലുള്ള പ്രശ്നം. നിങ്ങൾ എത്ര തന്നെ ഹൈറ്റിൽ എത്തിയാലും മാറുന്ന കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ താഴേക്ക് പോകും. അതിന് ബ്ലാക്ക്ബെറി ആയാലും ശരി, നോക്കിയ ആയാലും ശരി, നമ്മളായാലും ശരി. മാറിക്കൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ചേഞ്ചിനനുസരിച്ച് നമ്മൾ. അതാണ് ബി ലൈക്ക് വാട്ടർ എന്നും ബ്രൂസ്ലി പറയുന്നത്. വാട്ടർ എവിടെ ഒഴിക്കുന്നോ അതിനനുസരിച്ച് രൂപം മാറ്റും. അനുരൂപപ്പെടുക, അഡാപ്റ്റ് ചെയ്യുക. ഏത് ജാറിൽ ഒഴിച്ചാൽ ജാറ് പോലെ, കുടത്തിലൊഴിച്ചാൽ കുടം പോലെ, ഗ്ലാസ്സിലൊഴിച്ചാൽ ഗ്ലാസ് പോലെ. അതാണ് അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ കണ്ടന്റ് മാറുന്നില്ല, നമ്മുടെ എസൻസ് മാറുന്നില്ല, പക്ഷെ നമ്മളുടെ ഒരു ഫോം മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എവിടെ വേണേൽ ഫിറ്റ് ആകും, പക്ഷെ നമ്മുടെ ആത്മാവ് നമ്മൾ പണയപ്പെടുത്തുമോ? ഇല്ല. വെള്ളം വെള്ളമാണ്, പക്ഷേ ജാറിൽ ഒഴിക്കുമ്പോൾ ജാറ് പോലിരിക്കും, ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ ഗ്ലാസ് പോലിരിക്കും, വലിയ ടാങ്കിൽ കിടക്കുമ്പോൾ ടാങ്ക് പോലിരിക്കും, കടലിലാകുമ്പോൾ കടൽ പോലിരിക്കും. പക്ഷെ അതിൻ്റെ സ്വത്വം എന്ന് പറയുന്നത്, അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ സോൾ എന്ന് പറയുന്നത് വെള്ളമാണ്. ഇതുപോലെ ആകണം നമ്മൾ. നമ്മുടെ കോറായിട്ടുള്ള ഒന്ന് മാറാതെ നിൽക്കും, ബാക്കി എല്ലാം മാറണം. അതായത് ഇപ്പം ഉപനിഷത്ത് പറയുന്നത് നമ്മുടെ ആത്മാവാണെന്നാണ്. അപ്പൊ നമ്മുടെ ആത്മാവ് മാറില്ല, അതവിടെ കോൺസ്റ്റന്റ് ആണ്. അതാണ് ദ ഓൺലി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മുഴുവൻ ഫോമും നമ്മൾ മാറാൻ തയ്യാറായിരിക്കണം, വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കണം. അതാണ് സ്പിരിച്വാലിറ്റിയുടെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ആപ്ലിക്കേഷൻ. നമ്മുടെ എല്ലാം നമ്മൾ വിട്ടുകൊടുക്കാനും പുതിയതിനെ സ്വീകരിക്കാനും നിരന്തരം തയ്യാറായിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ കാര്യം മാത്രമേ മാറാതെ നിൽക്കൂ, അത് നമ്മുടെ സച്ചിനെസ് ആണ്. സച്ചിനെസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വത്വമാണ്, നമ്മുടെ എസൻസ് ആണ്. അത് മാത്രം മാറില്ല, ബാക്കി ഹോൾ ഫോമാറ്റ് മാറിക്കൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച്. അപ്പോൾ പിന്നെ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. അഡാപ്റ്റേഷൻ ബിയോണ്ട് കരിയർ അദ്ദേഹം പറയുന്നുണ്ട്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 20 വയസ്സിൽ നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഒന്നും ചെയ്യാതെ കിട്ടുന്നതാണ് ഹെൽത്ത്. പക്ഷേ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, എന്ത് വേണേൽ കഴിക്കാം, എത്ര കുറച്ച് വേണമെങ്കിൽ ഉറങ്ങാം. ഇതേ ലൈഫ് നിങ്ങളൊരു 40s ചെയ്തു നോക്ക്, വേണ്ട 30s ചെയ്തു നോക്ക്. 30s നിങ്ങൾ അധികം ഉറങ്ങുന്നില്ല, 30s നിങ്ങൾ കിട്ടുന്നതൊക്കെ എടുത്ത് വാരി വലിച്ച് കഴിക്കുന്നു, തോന്നിയ പോലെ ജീവിച്ചു നോക്ക്. നല്ല മാറ്റം വരും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഷേപ്പ് പോകും, നമ്മുടെ മെന്റൽ ക്ലാരിറ്റി പോകും, നമ്മുടെ ജനറൽ ഹെൽത്ത് താഴോട്ട് പോകും, നമ്മളുടെ ഇമ്മ്യൂണിറ്റി താഴോട്ട് പോകും, നമ്മൾ മൊത്തത്തിൽ പോകും. 30s 20s പ്രശ്നമില്ല, 20s അങ്ങനെ നിൽക്കും. ശരീരത്തിന് എന്ത് കൊടുത്താലും ആഘാതം വന്നാലും അത് താങ്ങും. 30s അതല്ല, 40s അതല്ല, 50, 60, 70 ഒന്നും അതല്ല.
20s മാത്രം കാണുന്ന ഒരു പ്രതിഭാസം അത്. ആക്ച്വലി 20s നിങ്ങൾക്ക് അതിന്റെ ഷോക്ക് കിട്ടുന്നുണ്ട്. അത് പക്ഷെ അറിയുന്നില്ല എന്ന് മാത്രം. അതിന്റെ ടോള് പിന്നെ മേടിച്ചോളൂ. അത് അന്നേരം മേടിക്കില്ല എന്നേ ഉള്ളൂ. പിന്നെ അത് വെച്ച് ഓർത്ത് വെച്ച് വാങ്ങിക്കോളൂ. അപ്പൊ എല്ലാ പ്രായത്തിലും ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. 20s മാറണം, 30s മാറണം, 40s മാറിക്കൊണ്ടേയിരിക്കണം. മാറാതെ നിന്നാ പോയി. മാറുന്ന സാഹചര്യം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറ്റുക. ഇപ്പൊ ഞാൻ ഫുഡ് ഹാബിറ്റ് മാറ്റിയത് അങ്ങനെയല്ലേ. ആ 2 വർഷം മുമ്പ് ഞാൻ മൊത്തത്തിൽ ചേഞ്ച് ആക്കിയത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, മാറുന്ന സാഹചര്യം വന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെ മാറിയില്ലെങ്കിൽ നമ്മൾ വീണുപോകും. മാറിക്കൊണ്ടിരിക്കുക. പിന്നെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ അത് 20s റിലേഷൻഷിപ്പ്, 20s സാൻഡി എന്ന് പറയുന്ന പയ്യൻ 40 സന്ദീപ് ആകണം. അദ്ദേഹം പറയാ, ഇത് അദ്ദേഹത്തിന്റെ എക്സാമ്പിളാണ്. 18 വയസ്സിൽ നിങ്ങൾ സാൻഡിയാണ്, നിങ്ങൾക്ക് ബുള്ളറ്റ് ഉണ്ട്, പുറകിലിരിക്കാൻ ഒരു പെൺകുട്ടിയുണ്ട്. 40 വയസ്സിൽ നിങ്ങൾ സന്ദീപാണ്, നിങ്ങൾക്കൊരു നല്ല ഭാര്യയുണ്ട്, നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്. ഇതാണ് വ്യത്യാസം. നിങ്ങൾ 40 സാൻഡി കളിക്കരുത്. 40 നിങ്ങൾ സാൻഡി കളിച്ചാൽ അതിവേഗം നിങ്ങൾ മറ്റുള്ളവരുടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷനാവും. ഇങ്ങനെ അദ്ദേഹം കുറച്ച് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത്, ശരി, ഇതിന് ഈ അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് അദ്ദേഹം ചോദിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിലെ കുറെ എക്സാമ്പിളുകൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കിത് ദൈവദത്തമായി കിട്ടി, ഞാനിത് പരിശീലിച്ചെടുത്തതല്ല. പകരം എൻ്റെ സ്കൂളിങ്, എൻ്റെ ഫാമിലി, അതായത് എൻ്റെ വീട്, പിന്നെ എൻ്റെ ജോലി സ്ഥലം, പിന്നെ ഞാൻ ചൂസ് ചെയ്ത എൻ്റെ കരിയർ, റൈറ്റിംഗ് എന്ന് പറയുന്ന കരിയർ. പിന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഞാൻ ഈ എഴുത്ത് മാത്രം കൊണ്ടിരുന്നാൽ എന്നെ കുറച്ച് പേരെ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ യൂത്തിലേക്ക് പോകണമെങ്കിൽ എനിക്ക് പോഡ്കാസ്റ്റ് വേണം, എനിക്ക് യൂട്യൂബ് വേണം, എനിക്ക് മോട്ടിവേഷണൽ ടോക്സ് വേണം. അതുകൊണ്ട് ഞാൻ അവിടേക്കൊക്കെ പോയി. TV ഷോ വേണം. അതൊക്കെ ഞാൻ കോൺഷ്യസ്ലി ചൂസ് ചെയ്തതാ. എന്തിനാ? ഡിമാൻഡ് ചെയ്തപ്പോൾ, സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്തപ്പോൾ അതൊക്കെ ഞാൻ കോൺഷ്യസ്ലി ചൂസ് ചെയ്തു. എൻ്റെ ഓഡിയൻസിലേക്ക് ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വെറുതെ എഴുത്തിൽ മാത്രമായിട്ട് ചുരുങ്ങിയില്ല. എഴുത്ത് തന്നെ ബെസ്റ്റ് സെല്ലറുകളാണ്, ഞാൻ എഴുതിയ എല്ലാ പുസ്തകവും ബെസ്റ്റ് സെല്ലറാണ്. പക്ഷെ എഴുത്തിലൂടെ അല്ലാതെ എനിക്ക് ഒരുപാട് മനുഷ്യരിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറെ അനുഭവങ്ങൾ ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ടുണ്ട് അദ്ദേഹം പറയും. അദ്ദേഹം അവസാനം ഒരു നല്ല കാര്യം പറയുന്നുണ്ട്, എങ്ങനെ നമുക്കിതിൽ മാസ്റ്റർ ചെയ്യാം. ഇത് അദ്ദേഹം ഇത് പഠിച്ചെടുത്തതാ. ഇങ്ങനെ ഒരു മിലിറ്ററി ലൈഫ് കിട്ടാത്തൊരു നമ്മളെ പോലുള്ളവർക്ക് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങളും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ചെയ്യുന്ന അത്ര ഉയർന്ന ഡിഗ്രിയിലല്ലെന്ന് മാത്രം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു മാറ്റവും ഇല്ലാത്ത ബാല്യകാലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ല. ഒരു മാറ്റവും ഇല്ലാത്തൊരു ബാല്യകാലം എന്ന് പറയുന്നത് ഇവിടെ ആർക്കും ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഈ ഉത്സവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലൈഫ് ഒരു ചേഞ്ച് ആണ് എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഉത്സവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടിയേറുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മേൽപ്പറമ്പത്ത് എന്ന് പറയുന്ന ഒരു അമ്പലമാണ്. അവിടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണുള്ളത്, ഏപ്രിൽ മാസത്തില്, മേടമാസത്തില്. അപ്പം ആദ്യത്തെ ദിവസം കൊടിയേറുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഈ കൊടി ഇങ്ങനെ ഉയർന്ന് നോക്കി നിൽക്കും. കൊടിയേറ്റം കാണാൻ വേണ്ടി പോകും. കൊടിയേറ്റം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആനയെ കൊണ്ടുവരും. ആന കൊണ്ടുവരുമ്പോൾ വീണ്ടും ഉത്സവമായി ഞങ്ങൾക്ക്. പിന്നെ ഓരോ ദിവസം പടക്കം പൊട്ടിക്കും, ഉച്ചയ്ക്ക് സദ്യ, പിന്നെ ഇടയ്ക്ക് ശിവേലി, പിന്നെ അപ്പുറത്ത് കളിപ്പാട്ടക്കടകള്. അങ്ങനെ ഉത്സവം ഒരു ഉത്സവമാണ് നമുക്ക്. പക്ഷെ അത് വെറും 6 ദിവസം അതിന് ആയുസ്. 6 ദിവസം ഞങ്ങൾ അവിടെ തുമ്പികളെ പോലെ പാറിപ്പറന്ന് നടക്കും. ആ അമ്പലത്തിന് ചുറ്റുമുള്ള പറമ്പിലും ഒക്കെ ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല. നമ്മൾ കുറെ പിള്ളേർ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും. 6ാമത്തെ ദിവസം ആറാട്ടാണ്. ആറാട്ട് കഴിഞ്ഞ ഒരു കൊടി ഇറക്കമുണ്ട്. എല്ലാവരും സൈലന്റ് ആകും. ഈവൻ ഞങ്ങൾ കുട്ടികളാണത് ഏറ്റവും കൂടുതൽ ഷോക്കിങ്. മുതിർന്നവർ പോലും ഒന്ന് ഡള്ളാകും. കാര്യം കൊടിയിറക്കം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷത്തിന്റെ കാലം ഇതാ നമ്മളെ കടന്നു പോകുന്നു. ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്. വെറുതെ കാത്തിരിക്കാനല്ല പറഞ്ഞേ, ഇനി നീ അടുത്ത ജോലി ചെയ്, ഇനി നീ അടുത്ത സ്റ്റേജിലേക്ക് പോ. ഇതാ ഇപ്പൊ ഏപ്രിൽ കഴിഞ്ഞു, മെയ് വരും. മെയ് കഴിഞ്ഞാൽ ജൂണിൽ സ്കൂൾ തുറക്കും. നീ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കൂ.
പുതിയ പാഠങ്ങൾ പഠിക്കൂ. ഓണം വരും, വിഷു വരും, ഓണം വരും, ക്രിസ്മസ് വരും, വീണ്ടും ഉത്സവം വരുമ്പോൾ നമുക്കിതുപോലെ വീണ്ടും കാണാം. അങ്ങനെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അഡാപ്റ്റബിലിറ്റിയാണ് വാസ്തവത്തിൽ ഈ ഉത്സവകാലം നമ്മളെ പഠിപ്പിച്ചത്. ഇനി വിഷു ഒന്ന് ആലോചിച്ച് നോക്കൂ. വിഷുവിന് പടക്കം, വിഷുവിന്റെ തൊട്ട് തലേ ദിവസമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡേ. കാര്യം തൊട്ട് തലേ ദിവസമാണ് പടക്കത്തിന്റെ ഒരു വലിയ കൂമ്പാരം നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. തൊട്ട് തലേ ദിവസം നമ്മൾ പടക്കം പൊട്ടിച്ച് അർമാദിക്കും. വിഷുവിന്റെ അന്ന് പ്രഭാതത്തിലും കുറച്ച് പടക്കം ബാക്കി കാണും. വിഷുവിന്റെ അന്നത്തെ വൈകുന്നേരമാണ് ഏറ്റവും വേദനാജനകം. കാര്യം പൊട്ടിക്കാൻ ഇനി പടക്കമില്ല. കൈനീട്ടം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നാളെ അത് വെറും ഒരു സാധാരണ ദിവസത്തിലേക്ക് നമുക്ക് വീണ്ടും ഉണർന്ന് എണീക്കണം. അപ്പം തൊട്ട് തലേ ദിവസം സന്തോഷം തൊട്ട് ഇന്നത്തെ സങ്കടമായി മാറുന്നു. നാളെ അത് നോർമലായി മാറുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഇമോഷണൽ ചേഞ്ചുകളാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മളെ എന്താ പഠിപ്പിച്ചത്? ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലക്സ് ആണ്, ഒരു ചേഞ്ച് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് സീക്രട്ട്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ല. ഓരോ വിഷുവിനും ഞാൻ വിഷമിക്കും. വല്ല കാര്യമുണ്ടോ? വിഷു വരും, നിൽക്കും, പോകും, വരും, നിൽക്കും, പോകും. അപ്പൊ ആ വരുമ്പോ സ്വീകരിക്കുക, നിൽക്കുമ്പോൾ ആനന്ദിക്കുക, പോകുമ്പോൾ വിട്ടുകൊടുക്കുക. ഇതാണ് അഡാപ്റ്റബിലിറ്റി. ഇതാണ് ബി ലൈക്ക് വാട്ടർ എന്ന് പറയുന്നത്. വരുമ്പോ സന്തോഷിക്കുക, നിൽക്കുമ്പോൾ ആനന്ദിക്കുക, പോകുമ്പോൾ സങ്കടപ്പെടുക എന്നുള്ളതല്ല വേണ്ടത്, വിട്ടുകൊടുക്കുക. അതും കൂടെ ആയാലേ ഈ ആനന്ദം പൂർണ്ണമാകുള്ളൂ. പോകുമ്പോൾ ഉള്ള വിട്ടുകൊടുക്കലും കൂടെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ബുദ്ധനാകുന്നത്. വരുമ്പോ സന്തോഷിക്കാൻ എല്ലാവർക്കും പറ്റും, ഉള്ളപ്പോൾ ആനന്ദിക്കാനും എല്ലാവർക്കും പറ്റും. പോകുമ്പോൾ വിട്ടുകൊടുക്കാനാണ് ആർക്കും പറ്റാത്തത്. അവിടെയും കൂടെ നമ്മളൊന്ന് മാസ്റ്റർ ചെയ്താൽ മതി. ചെറിയ വ്യത്യാസം. നമ്മളും ബുദ്ധനും തമ്മിലൊരു വ്യത്യാസമില്ല. ബുദ്ധൻ പറയുന്നത് എന്താണ്? വരുന്നതൊക്കെ, അതിനൊരു വാചകമുണ്ട്, വരുന്നതൊക്കെ വരുന്നു, പോകുന്നതൊക്കെ പോകുന്നു. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ലൈഫ് എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് വരുന്നതൊക്കെ വരും, പോകുന്നതൊക്കെ പോകും. അതായത് വരുന്നതിനെ സ്വീകരിക്കുക, പോകുന്നതിനെ വിട്ടുകൊടുക്കുക. ഇത്രയേ ഉള്ളൂ ജീവിതം. ബുദ്ധൻ പറഞ്ഞതാണ്. ഇത് ഞാൻ വിഷുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബുദ്ധൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഓണത്തിന്റെ ആ പൂക്കൾ ഇടുന്നതൊക്കെ ഒരു വലിയ ആഘോഷമാണ്. ഓണം കടന്നു പോകുമ്പോൾ ഭയങ്കര സങ്കടം. തിരുവോണത്തിന്റെ അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂടെ ഒരു ഘോഷയാത്ര കടന്നു പോകുന്നതോ അതിനുശേഷമുള്ള സദ്യയോടുകൂടി ഓണം പൂർത്തിയാകും. അപ്പൊ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ മിലിറ്ററി സ്കൂളിൽ നിന്നാണ് പഠിച്ചതെങ്കിൽ നിങ്ങളും ഇതൊക്കെ പഠിക്കുന്നുണ്ട്. മിലിറ്ററി സ്കൂളിൽ നല്ലെന്നുള്ളൂ, വേറെ 100 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ചേഞ്ച് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആദ്യം ഒരു പേപ്പറും പേന എടുക്കുക. എപ്പോഴും നമുക്കൊരു ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെങ്കിൽ ആദ്യം നമ്മൾ അതിനെ എഴുതണം. ടാബിൽ എഴുതരുത്, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യരുത്, പേനയും പേപ്പറും എടുത്ത് എഴുതണം. അവിടെയാണ് ചേഞ്ച് കിടക്കുന്നത്. ഫസ്റ്റ് ചേഞ്ച് കിടക്കുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിലും ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഏറ്റവും കുട്ടിക്കാലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തുടങ്ങിയ ഒരു ഹാഫ് എ ഡസൻ ഇൻസിഡൻസ് നമ്മൾ ഓർത്തെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ മേജർ ചേഞ്ചുകളായിട്ട് നമുക്ക് അനുഭവപ്പെട്ട ഹാഫ് എ ഡസൻ അനുഭവങ്ങൾ ഓർത്തെടുക്കുക. അങ്ങനെ ഓർത്തെടുത്തിട്ട് അതിനെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതി വെക്കുക. ഓർത്തെടുത്തിട്ട് എഴുതുക, നന്നായിട്ട് തന്നെ എഴുതിക്കുക. കുറച്ച് ഇമോഷൻ ഫീൽ ചെയ്ത് തന്നെ എഴുതിക്കോ. പരമാവധി അതിനെ ഓർത്തെടുത്തോ. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്ത്? ഒന്ന്, ലൈഫ് ഒരു ചേഞ്ചാണ്. ലൈഫിൽ ചേഞ്ച് എന്ന് പറയുന്നത് അനിവാര്യമാണ്. 2, ഞാൻ ഒട്ടും മോശക്കാരനല്ല. ഞാൻ ഒരുപാട് ചേഞ്ചുകൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് അഡാപ്റ്റേഷൻ സ്കില്ലുള്ള ആളാണ്. ഞാൻ ഒരുപാട് തവണ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 വാലിഡ് ആയിട്ടുള്ള, 2 വാല്യുബിൾ ആയിട്ടുള്ള 2 ലെസൺസ് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ അത് എഴുതണം. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒരു 6 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഓൺ ലൈഫ് എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും അവരുടെ രീതി എടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഏറ്റവും ഓർത്തെടുക്കാവുന്ന ഏറ്റവും പഴയ ഓർമ്മകൾ ഒരു 6 എണ്ണം മേജർ ചേഞ്ചുകളായിട്ടും ഞാൻ സക്സസ്ഫുള്ളി അഡാപ്റ്റ് ചെയ്ത 6 സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. 1,
എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അൺപ്ലസന്റ് ആണ് കേട്ടോ, ആ സമയത്ത് എനിക്ക് ഇഷ്ടമേ അല്ല. ആശാൻ പള്ളിക്കൂടത്തിൽ കൊണ്ടുവന്നാക്കിയത്. ആ കാലത്ത് ആശാൻ പള്ളിക്കൂടമാണ്. അതായത് വീട്ടിൽ മുത്തശ്ശിയും പേരമ്മയും ഒക്കെ ലാളിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നെ ആശാൻ പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കി. അങ്ങനെ ഒരു പള്ളിക്കൂടം ഉണ്ട്, എന്താ അംഗനവാടി അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. എനിക്കിപ്പം ഓർത്തെടുക്കുമ്പോൾ ഒരു പിക്ചർ ഉണ്ട്. അവിടെ പോകാൻ എനിക്ക് ഇഷ്ടമേ അല്ല. അവിടെ ചെന്നിരിക്കുമ്പോൾ വേറെയും കുറെ പിള്ളേർ അവിടെ വന്നിരിക്കും, പക്ഷെ അവരെ ആരെയും ഞാൻ ഗവനിക്കില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. അതുപോലെ രാവിലെ എണീറ്റ് അങ്ങോട്ട് വിടാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. പൊക്കോളാം എന്ന് പറഞ്ഞിട്ടിരിക്കും, പോവില്ല. അതായിരുന്നു ഞാൻ റെസിസ്റ്റ് ചെയ്ത ഫസ്റ്റ് ചേഞ്ച്. എൻ്റെ മേജർ റെസിസ്റ്റൻസ് അതായിരുന്നു. ആശാൻ പള്ളിക്കൂടത്തിൽ പോവില്ല. എനിക്ക് ചേഞ്ച് ഇഷ്ടമല്ല. എനിക്ക് വീടാണ് ഇഷ്ടം. വീട്ടിലെ മുത്തശ്ശിയുടെ സ്നേഹമാണ് ഇഷ്ടം. വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. വീട്ടിലെ അന്തരീക്ഷമാണ് ഇഷ്ടം. ആശാൻ പള്ളിക്കൂടം ഐ ഹേറ്റ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചേഞ്ചിനുള്ള റെസിസ്റ്റൻസ്. പക്ഷെ അത് റെസിസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളെ അവിടെ കൊണ്ടുവന്ന് ആക്കും. മുതിർന്നവർ അവിടെ കൊണ്ടാക്കും. അവർക്ക് തോന്നുമ്പോൾ അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അവിടെ നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസിന് അവിടെ എന്തില്ല, പ്രാധാന്യമില്ല. ഇനി മറ്റൊരു ചേഞ്ച്, 1ാം ക്ലാസ്സിൽ ചേർത്തു. ആശാൻ പള്ളിക്കൂടം കുറച്ച് ലൂസ് ആയിരുന്നു. 1ാം ക്ലാസ് പക്ഷേ വളരെ കർശനമായിരുന്നു. കാര്യം അത് സർക്കാർ സംവിധാനമാണ്. അവിടെ പോയില്ലെങ്കിൽ ചോദ്യം വരും. ആശാൻ പള്ളിക്കൂടത്തിൽ പോയില്ലെങ്കിൽ ചോദ്യമൊന്നും വരില്ല. സ്കൂളിൽ പോയില്ലെങ്കിൽ ചോദ്യം വരും. അതുകൊണ്ട് സ്കൂളിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് പോകണം. 10 മണിക്ക് തന്നെ പറഞ്ഞാൽ 10 മണിക്ക് തന്നെ ചെല്ലണം. 4 മണിക്ക് ബെല്ലടിച്ചാൽ മാത്രമേ അവിടെ നിന്ന് പോകാൻ പറ്റൂ. ആക്ച്വലി എനിക്ക് അതും ഇഷ്ടമല്ലായിരുന്നു. വീടിന്റെ തൊട്ടടുത്താണെങ്കിൽ പോലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു പോകുന്നത്. പക്ഷെ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈ ഇഷ്ടമല്ലായ്മ 2 ആഴ്ചയെ കൂടുതൽ നീണ്ടു നിന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ധാരാളം സുഹൃത്തുക്കളായി. ഞാൻ പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തു. വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തു. അവിടുത്തെ ഓരോരോ കുട്ടികളെ പരിചയപ്പെടുന്ന പോലും എനിക്ക് ഓർമ്മയുണ്ട്. അവരെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന നിമിഷങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പിന്നെ ആ 1ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ രാമായണം കഥ കേൾക്കുന്നത്. ഞങ്ങളുടെ മലയാളം ടീച്ചർ പറഞ്ഞു തന്ന കഥ ഗംഭീരമായ നറേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ 1ാം ക്ലാസ്സിനെ കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ. തുടക്കത്തിലെ റെസിസ്റ്റൻസ് മാറ്റിവെച്ചാൽ അത് ഞാൻ പൂർണ്ണമായും അതിനോട് അഡാപ്റ്റ് ചെയ്തു. പിന്നീട് പുതിയ കൂട്ടുകാരെ കണ്ടത്, യെസ് അത് തന്നെ, പുതിയ കൂട്ടുകാർ, പുതിയ അന്തരീക്ഷം, അതുമായിട്ട് വളരെ പെട്ടെന്ന് ഇണങ്ങിയത്. ആദ്യം റെസിസ്റ്റ് ചെയ്തു, പിന്നീട് അതുമായിട്ട് വളരെ പെട്ടെന്ന് ഇണങ്ങി. 4ാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റർ ജനിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുജത്തി വരുന്നതാണ് 4ാമത്തെ മേജർ ഇൻസിഡന്റ്, ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത്, അത് ഒരു ദിവസം വെള്ളം കുടിക്കാൻ വേണ്ടി, ക്ലാസ്സിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് വരും. ആ ബ്രേക്ക് സമയത്ത് വെള്ളം കുടിക്കാൻ വരുന്നത് പേരമ്മയുടെ വീട്ടിലാണ്. അപ്പൊ പേരമ്മയാണ് പറയുന്നത്, എനിക്കൊരു അനുജത്തി ജനിച്ചു. ഞാൻ കുറച്ചു നേരം ബ്ലാങ്ക് ആയിരുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ ഒരു ഗ്രാവിറ്റി എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊരു സിസ്റ്റർ വന്നു, ഒരു അനിയത്തി വന്നു എന്നിങ്ങനെ പറയാം. എന്നിട്ട് എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പായസമാണ് തരുന്നത്. അത് സിസ്റ്റർ വന്നുകൊണ്ട് പായസം ഉണ്ടാക്കിയതാണോ അതോ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് അന്ന് യാദൃശ്ചികമായിട്ട് വന്നതാണോ എന്ന് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഏതായാലും സിസ്റ്റർ ജനിച്ചു എന്ന്, അനിയത്തി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഗ്ലാസ് പായസം കിട്ടുകയാണ്. അപ്പൊ ആ മധുരത്തോടു കൂടി ഞാനത് ആഘോഷിക്കുകയാണ്. അപ്പൊ അതൊരു മേജർ ഇൻസിഡന്റ് ആണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ചേഞ്ചിലേക്ക് ഞാൻ പോകുന്ന ഒരു സംഭവമാണത്. 5ാമത്തെ ഇൻസിഡന്റ്, മൂവിങ്. എൻ്റെ സ്ഥലത്ത് തന്നെ മാറിപ്പോകുന്നു. സ്കൂളല്ല മാറിയത്, ആശാൻ പള്ളിക്കൂടമല്ല മാറിയത്, ഞാൻ ജനിച്ചപ്പോൾ മുതൽ കണ്ടു വളർന്ന ആ ഗ്രാമം തന്നെ, ആ ജില്ല തന്നെ വിട്ട് എനിക്ക് പോകേണ്ടി വരുന്നു. പുതിയ ഒരു ടൗണിലേക്ക്, ഒരു പട്ടണത്തിലേക്ക് ഞാൻ പറിച്ചു നടപ്പെടുന്നു. കൊല്ലം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്ക് പറിച്ചു നടപ്പെടുന്നു. ഏറ്റവും വേദനാജനകമായിട്ടുള്ള, എന്നാൽ വളരെ പെട്ടെന്ന് ഞാൻ അഡാപ്റ്റ് ചെയ്ത ഒരു ചേഞ്ച്. വളരെ വേദനാജനകമായിരുന്നു. കാര്യം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശിയോ അമ്പലമോ പുഴയോ ഇനി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനോട് ഭീകരമായി റെസിസ്റ്റ് ചെയ്യാൻ തോന്നി. പക്ഷെ മറ്റെന്തോ ഒരു കാരണത്താൽ പോകണമെന്ന് എനിക്കറിയാം. അങ്ങനെ റെസിസ്റ്റ് ചെയ്യുകയും പോവുകയും ചെയ്യുകയും പിന്നീട് എന്നെപ്പോലെ ഇണങ്ങിയ മറ്റൊരാരും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങോട്ട് പറിച്ചു നടപ്പെട്ടവരിൽ ഏറ്റവും ഇണങ്ങിച്ചേർന്നത്, പുതിയ അന്തരീക്ഷത്തോടെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇണങ്ങിച്ചേർന്നത് ഞാനായിരുന്നു. അഡാപ്റ്റബിലിറ്റി. അപ്പം മൂവിങ് ടു കൊല്ലം, അതൊരു ബിഗ് ചേഞ്ച്, മേജർ ചേഞ്ച് ആയിരുന്നു. ഇതൊക്കെ കുട്ടിക്കാലത്തെയാണ് കേട്ടോ, കുട്ടിക്കാലത്തെ ചേഞ്ചുകളെ കുറിച്ച് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വണ്ണും കൂടെ വായിക്കാം. പെറ്റുകളെ കുറിച്ചാണ്, പെറ്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് 8ാം 9ാം പഠിക്കുമ്പോൾ
ഞാനൊരു നായക്കുട്ടിയെ തെരുവിൽ നിന്ന് എടുത്തു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെറ്റ്സിനെ ഇഷ്ടമാണ്. പക്ഷേ വീട്ടിൽ അത് വളർത്താൻ ആരും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വീടല്ല. അപ്പൊ ആ വീട്ടിലെ പെറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കുട്ടിക്കാലത്ത് പശുവും കോഴിയൊക്കെ ഉണ്ട്. അത് വരുമാനത്തിന് വേണ്ടിയിട്ട്, പാലിന് വേണ്ടിയിട്ട്, മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. അതല്ലാണ്ട് സ്നേഹത്തിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി ഒരു പെറ്റിനെ വളർത്തിയിട്ടില്ല. എന്റെ ഓർമ്മയിൽ വളർത്തിയിട്ടില്ല. അപ്പൊ എനിക്കൊരു നായക്കുട്ടിയെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ട്യൂഷന് പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് റോഡിൽ നിന്നൊരു നായക്കുട്ടിയെ കിട്ടി. ഞാൻ അതിനെ എടുത്തു വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ എനിക്കറിയില്ല ഇതിന് എന്തോ ചെയ്യണം. ഇതിന് നമ്മൾ കുത്തിവയ്പ്പുകൾ എടുക്കണം, ഇതിന് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ അവിടെ കൊണ്ടുവന്നു, ഇത് നമ്മളോട് ഇണങ്ങിച്ചേർന്നു, വാലൊക്കെ ആട്ടി, നമ്മൾ അതിന് ചോറ് കൊണ്ട് കൊടുക്കും, അത് ചോറ് കഴിക്കും. അങ്ങനെ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിനുള്ളിലിട്ട് വളർത്തുവാണ്. വെള്ളമില്ലാത്തൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിനുള്ളിലിടും, എങ്ങോട്ടും പോവില്ല. എന്നിട്ട് ഞാൻ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ ആദ്യം ഇതിനെ അടുത്തേക്ക് പോകും, ഇതുമായിട്ട് കളിക്കും. ഇതിങ്ങനെ കുറച്ച് ദിവസം പോയി. 1 2 ആഴ്ചയ്ക്ക് ശേഷം വരുമ്പം ഈ നായ അനങ്ങാതെ കിടക്കാണ്. ഞാൻ ആഹാരം കൊടുത്തിട്ടും വരുന്നില്ല, വിളിച്ചിട്ടും എണീക്കുന്നില്ല. ഇവനിങ്ങനെ കിടക്കുക, കണ്ണ് മാത്രം ചലിക്കുന്നുണ്ട്. അവൻ എന്നെ നോക്കും, അവൻ എണീക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആരോഗ്യം കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായി എന്തോ വലിയ ഇഷ്യൂ ആണ്. ഞാനത് എന്നിട്ട് ആരോടൊക്കെയോ പറഞ്ഞു. ആരും അത്ര ശ്രദ്ധിച്ചില്ല, ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാര്യം അവർ ആർക്കും പട്ടി വളർത്തി ശീലമില്ല. ഏതായാലും ഞാൻ കുറച്ച് ദിവസം അതിൻ്റെ അടുത്ത് നിന്ന് പരിചരിച്ചുകൊണ്ടേയിരുന്നു. പരിചരിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല, വെള്ളം കൊടുക്കും. പിന്നെ ഇതിന് എന്താ അസുഖം എന്ന് മനസ്സിലാവുന്നില്ല. രണ്ടോ 3 ദിവസം കഴിഞ്ഞ് കാണും, ആ നായ മരിച്ചുപോയി. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അത് ആ സമയത്ത് ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നത്. അപ്പൊ ഇത്രയും ഒരു 6 ഇൻസിഡന്റ്, അത് പക്ഷെ ചേഞ്ചാണ്. അതിനോട് എന്ത് ചെയ്യണം, നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റൂ, വിട്ടുകൊടുത്തേ പറ്റൂ. മരിച്ചുപോയൊരു ജീവിയെ നമുക്ക് ജീവിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള 6 ഇൻസിഡന്റ് ഞാൻ എഴുതി. അത് ചേതൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അതായത് നിങ്ങൾ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിലും ഇതുപോലുള്ള ചേഞ്ചുകൾ വരും. ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തിട്ട് പറയണം, യെസ്, ചേഞ്ചുകൾ വരട്ടെ, ഐ വിൽ അഡ്ജസ്റ്റ്. ജീവിതം അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ, ജീവിതം പുതിയ വെല്ലുവിളികൾ കൊണ്ടുവരട്ടെ, ജീവിതം എനിക്ക് അറിയാത്ത ഒരു മേഖലയിലേക്ക് സഞ്ചരിച്ചോട്ടെ, നാളെ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നോട്ടെ, ടുമോറോ എന്ന് പറയുന്നത് അൺസർട്ടൻ ആയിരുന്നോട്ടെ. അൺസർട്ടനിറ്റി ആണ് ജീവിതത്തിന്റെ സൗന്ദര്യം. ഞാൻ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. എനിക്ക് അതിനോട് യാതൊരു വിരോധവുമില്ല. ജീവിതം ഒരുപാട് തവണ മാറിയിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഒരുപാട് മാറ്റങ്ങളെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാത്തിനോടും ഞാൻ അനുരൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെയെല്ലാം accept what you cannot change, change what you can change. ഈ ഒരു മെത്തേഡാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ചേഞ്ച് ചെയ്യാവുന്നതിനെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, എനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എവിടെയാണ് എൻ്റെ റിയൽ പവർ ഉള്ളത് അവിടെ ഞാൻ ചേഞ്ച് കൊണ്ടുവരുന്നു, അവിടെ ഞാൻ മാറ്റം കൊണ്ടുവരുന്നു. എൻ്റെ റിയൽ പവർ ഇല്ലാത്തൊരു സ്ഥലത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ വീട്ടിൽ ഒരു ശബ്ദം ഉയർന്നാൽ എനിക്കത് താഴ്ത്താൻ പറ്റും. എൻ്റെ വീട്ടിൽ കുറച്ച് ചൂട് കൂടിയാൽ എനിക്കത് കുറയ്ക്കാൻ പറ്റും. അത് വീട്ടിൽ. നിങ്ങൾ പുറത്താണെങ്കിലോ, വീടിന് പുറത്താണെന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? ശബ്ദം ഉയർന്നു, നിങ്ങൾ ട്രെയിനിലാണ്, തൊട്ടടുത്തിരിക്കുന്ന ആള് ശബ്ദത്തിൽ മൊബൈൽ വെച്ചു, എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലാണെങ്കിൽ നമുക്ക് പറയാം, ശബ്ദം കുറയ്ക്കാൻ പറയാം. ട്രെയിനിൽ ഞാൻ ആരോട് പറയും? അല്ലെങ്കിൽ അയാൾക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ട എന്ത് ബാധ്യതയുള്ളത്? അതുപോലെ ചൂട് കൂടിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ചൂട് കൂടുന്നു, ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മുടെ റിയൽ പവർ എവിടെയാണുള്ളത്? വീട്ടിലായിരുന്നു ഉള്ളത്, പുറത്തതില്ല. വീട്ടിലുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതുപോലെ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ റിയൽ പവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്, വീട്ടിൽ പോലും അല്ല. ആക്ച്വലി നമ്മുടെ മനസ്സിൽ മാത്രമാണ് നമുക്ക് റിയൽ കൺട്രോൾ ഉള്ളത്.
അവിടെ മാത്രമാണ് നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എവിടെയും പറ്റില്ല നമുക്ക്. വീട്ടിലൊക്കെ നമുക്ക് പവർ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി വലിയ പവർ ഒന്നും നമുക്കില്ല, ഒരിടത്തും ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മുടെ യഥാർത്ഥ പവർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിലാണ്. അവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. പുറത്തുണ്ടാകുന്ന ചേഞ്ചിന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അകമേ നമ്മൾ അനുരൂപപ്പെടുന്നതിനാണ് ദ റിയൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അകമേ ഉള്ള നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ഇഗ്നറൻസിനെ, നമ്മുടെ റെസിസ്റ്റൻസുകളെ, നമ്മുടെ നെഗ്ലിജൻസുകളെ, നമ്മുടെ ഇനർഷ്യകളെ, ഇതിനെയൊക്കെ നമ്മൾ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യണം. ഇനർഷ്യയെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്തെങ്കിലും കാര്യം തുടങ്ങാനുള്ള സ്റ്റാർട്ടിംഗ് ട്രബിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അകമേ നമ്മൾ നമ്മളെ അനുരൂപമാക്കി എടുക്കുക. പുറമേക്കുള്ളത് അതിനനുസരിച്ച് വന്നോളും. ആസ് പെർ തിയറി നമ്മൾ അകമേ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ പുറത്തുള്ള ലോകം അതിനനുസരിച്ച് നമുക്ക് അനുകൂലമായി വരും. നമുക്ക് ഫോഴ്സ്ഫുള്ളി ആക്കാൻ പറ്റില്ല. നമ്മൾ അകമേ സന്തോഷമായിട്ടിരുന്നാൽ പുറത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ അകമേ ആശങ്കയോടുകൂടി ഇരുന്നാൽ പുറമെ ആശങ്ക ഉണ്ടാക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായി വരും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റിനനുസരിച്ചൊരു പുറം ലോകം നമ്മൾ സൃഷ്ടിക്കും. നേരെ അത് സൃഷ്ടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് മൈൻഡാണ് നമ്മുടെ ഉള്ളിലുള്ളത് അതനുസരിച്ച്. നിങ്ങൾ ഒരു മോശം അനുഭവം ഉണ്ടായാൽ നിങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നാലോചിക്കുക. ഇവിടെയാണ് മാത്രമേ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ശരി, റിയൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അതാണ്. നമുക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. കാര്യം നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുന്നത് നമുക്ക് ചേഞ്ചിനുള്ള കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഏതായാലും നമ്മുടെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈമാണ്.